ഇപ്പോൾ വരുന്ന വാർത്ത എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലെ കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം. സിപിഎം നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഹൈബീഡൻ എം പി എംഎൽഎമാരായ ടി ജെ വിനോദ്, ഉമാ തോമസ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, അന്യായമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു പരാതി മാത്രമാണോ ഉള്ളത്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, എറണാകുളം കേന്ദ്രീകരിച്ചുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ജനപ്രതിനിധികൾ എല്ലാവരും സ്റ്റേഷന് എത്തിയിരിക്കുന്ന കാഴ്ചയാണോ കാണുന്നത്? വിവരങ്ങൾ എന്താണ്? ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. കോൺഗ്രസ് പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടക്കുന്നു. സ്റ്റേഷന് മുന്നിലും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ച. ഡാനി, വിവരങ്ങൾ എന്താണ്? അപർണ, മണിക്കൂറുകളായി തുടരുന്ന ഉപരോധ സമരം ഇപ്പോൾ അത് ഒരു വലിയ രീതിയിലേക്ക് പ്രതിഷേധത്തിലേക്ക് അടക്കം മാറിയിരിക്കുന്നു. പാലാരിവട്ടം ജംഗ്ഷനിതാകെ സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് അടക്കം പ്രതിഷേധം മാറിയിരിക്കുന്നു. MP-യും MLA-മാരും ഉൾപ്പെടെയുള്ളവർ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ അതിന്റെ കോമ്പൗണ്ടിനകത്ത് വാതിലിന്റെ മുന്നിൽ നിരന്നിരുന്നുകൊണ്ട് ഒരു ഉപരോധ സമരത്തിലേക്ക് അടക്കം നീങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധിയായ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് അടക്കം ഉപരോധത്തിലേക്ക് നീങ്ങുന്നു. പലയിടത്തും വരുന്ന വാഹനങ്ങൾ, ഒരു പ്രധാന ജംഗ്ഷനാണ്, അവിടെ അടക്കം ഉപരോധത്തിലേക്ക് മാറുകയും ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, വൈകിട്ട് ഇന്ന് പ്രവർത്തകർ പാലാരിവട്ടത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ അതിൽ കരിങ്കൊടി കാണിക്കുവാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു, പ്രതിഷേധിക്കാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. പക്ഷെ വാഹനം കടന്നു പോകുന്നതിന് വളരെ മുൻപ് തന്നെ പ്രവർത്തകരെ അവിടെ നിന്ന് അവിടെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, പിന്നീട് മാറ്റിയിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവരെ ഈ യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വാഹനം കടന്നുപോയതിനു ശേഷം വിട്ടുകൊടുക്കും, അവരെ അങ്ങനെയായിരുന്നു ഓരോ പ്രവർത്തകരോടും അവരെ അന്വേഷിച്ചെത്തിയ നേതാക്കളോടും പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് ഇവരെ ജാമ്യമുള്ള വകുപ്പുകളായിരുന്നു ആദ്യം ചുമത്തിയതെന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പക്ഷെ പിന്നീട് ഇതിൽ CPM നേതൃത്വം ഇടപെട്ടു എന്നാണ് ഇവരുടെ ഒരു ആക്ഷേപമായി, പ്രവർത്തകരുടെ ആക്ഷേപമായി പറയുന്നത്. അതിനുശേഷം ജാമ്യമില്ലാ വകുപ്പുകളാണ് പ്രവർത്തകർക്ക് നേരെ ചുമത്തിയത്. അതിൽ CPM ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഇവരുടെ ഒരു ആക്ഷേപം. ഇതിൽ ഇത്തരം വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും പ്രവർത്തകർ വഴിയിൽ പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ വലിയ രീതിയിലേക്ക് അവരെ കേസകപ്പെടുന്ന രീതിയിലേക്ക് ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ആദ്യം സമരം തുടങ്ങിയത്. സ്റ്റേഷന് മുന്നിലേക്ക് പ്രവർത്തകരെത്തിയത്. അതിനുശേഷം MLA-മാരായ ടി ജെ വിനോദും, ഉമാ തോമസും, അൻവർ സാദത്തും, MP ഹൈബീഡനും അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചുകൊണ്ടെത്തുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസ് സന്നാഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ അകത്ത് വാതിക്കൽ ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് നേതാക്കളും എല്ലാവരും തന്നെ തുടരുന്നത്. പുറത്ത് പ്രവർത്തകരുടെ സമരം തുടരുകയാണ്. അവർ നേരത്തെ മുഖ്യമന്ത്രിയുടെ കോലമടക്കം കത്തിക്കുകയും ചെയ്തിരുന്നു. പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല, അത് എത്ര സമയം വൈകിയാണെങ്കിലും തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. കാരണം അവിടെ വാഹനങ്ങൾ തടയുക, വാഹനങ്ങൾ ഉപരോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. രാത്രി അർദ്ധരാത്രിയോട് അടുക്കുമ്പോൾ വാഹനങ്ങൾ പലതും റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്, പല ദേശീയപാത അടക്കം ഇതിൽ ഗതാഗതക്കുരുക്കിൽപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ വഴിയാത്രക്കാരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പലവട്ടം വാക്കേറ്റമുണ്ടാവുന്ന കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് പോലീസ് ഇടപെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പോലീസ് അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ സംഘർഷഭരിതമായ ഒരു സാഹചര്യം പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. അത് തുടരുകയും ചെയ്യുകയാണ്. അപർണ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫേരിയൻ ചർച്ചയിലേക്ക് കടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി